ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വല്ല ഡൗട്ടുകളായിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളേജുകളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യാൻ മറക്കാതെ തന്നെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വന്നിരിക്കുന്നത് വളരെയധികം ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റായ ഇല്ലെങ്കിൽ മാക്സിമം ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ടെസ്റ്റ് നെറ്റ് ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊജക്റ്റിൻ്റെ മാക്സിമം നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ടെസ്റ്റ് നെറ്റ് അവർ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് അതിന് എന്ത് ഔട്ട്കം ആണ് കിട്ടുന്നതെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു പ്രൊജക്റ്റിലും ഒരുപാട് പ്രതീക്ഷിക്കരുത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇതിന് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഏതൊരു പ്രൊജക്റ്റും. പക്ഷേ അതിൻ്റെ ഫണ്ടിങ്ങും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഡീറ്റെയിലുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനൊരു പ്രോഫിറ്റ് കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ മൊണാഡിൻ്റെ എയർ ഡ്രോപ്പ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഇത് മേ ബി 1 മാസം ആവാം, 1 വർഷം ആവാം, 6 മാസം ആവാം, 2 വർഷം ആവാം, അങ്ങനെയുള്ള പല സമയങ്ങളും ആവാം. എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് സമയം എടുക്കും എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊരു ലെയർ 1 പ്രൊജക്റ്റാണ്, ഇല്ലെങ്കിൽ അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ്. അപ്പോൾ ഒരു എത്തീരിയം കമ്പാറ്റബിളിൽ ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ബിൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമുക്കവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ 10,000 ട്രാൻസാക്ഷൻ ഒരു സെക്കൻഡിൽ നടത്താൻ പറ്റും. അത്രത്തോളം എൻഗേജ്മെൻറ്റ്, അത്രത്തോളം വർത്തുള്ളൊരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫണ്ടിങ് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയെന്ന് പറഞ്ഞാൽ $225 മില്യൺ ഡോളറാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത്. അത് ബാക്ക് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്ലൈ ക്യാപിറ്റലും, ഷിമ ക്യാപിറ്റലും, ഇലക്ട്രിക് ക്യാപിറ്റലും, അതേപോലെ തന്നെ പാരാഡിജിമും അതങ്ങനെയുള്ള വലിയ കമ്പനികളാണ് ഈ പ്രൊജക്റ്റ് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെയധികം നല്ല പ്രൊജക്റ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ല പ്രൊജക്റ്റാണ്. പെട്ടെന്ന് തന്നെ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണോ ഇല്ലെങ്കിൽ അവൻ്റെ ടെസ്റ്റ് നെറ്റ് ഇപ്പോഴാണോ ലൈവ് ആയത് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു മോണാഡ് എന്ന് പറയുന്നത് 8 മാസം മുമ്പ് തന്നെ അവൻ്റെ ഓരോ ആക്ടിവിറ്റീസും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ടെസ്റ്റ് നെറ്റ് ലൈവ് ആയത് റീസെൻ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നതും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം. ഞാൻ അവൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ EVM വാലറ്റിൽ നിങ്ങൾ ഒരു മൊണാഡ് ടെസ്റ്റ് നെറ്റിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ് മൊണാഡ് ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മൊബൈലാണോ ഉള്ളത് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൈസസ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതിൽ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ലാപ്ടോപ്പിൽ കാണിച്ചു തരുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം മാനുവലി ആഡ് നെറ്റ്വർക്ക് എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. നിങ്ങൾ മെറ്റാമാസ്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, അവിടെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് നെയിമും ചെയിൻ ID-യും അതേപോലെ തന്നെ RPC URL-ഉം ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോറർ URL-ഉം അതേപോലെ തന്നെ കറൻസി സിമ്പലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്തിട്ട് മൊണാഡ് ടെസ്റ്റ് നെറ്റിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും ആഡ് ടെസ്റ്റ് നെറ്റ് ടു മെറ്റാമാസ്ക് എന്ന്. നമുക്കിതിൽ എന്താണ് മേ ബി കുറേ കൺജഷനൊക്കെ ഉള്ള കാരണം ഇത് വർക്കാവുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, മാനുവലി തന്നെ ഇത് ആഡ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ ഇത്ര ആഡ് ചെയ്താൽ അതിൽ കഴിഞ്ഞോ, എന്താണ് ഇത്ര മാത്രം ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാർ ടെലിഗ്രാം പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റ് നെറ്റുകൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ എന്താണ് ടെസ്റ്റ് നെറ്റ് എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് മെയിൻ നെറ്റിലേക്ക് അവർക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ടെസ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് എൻഗേജ്മെൻ്റ് ആക്കുക, ഇല്ലെങ്കിൽ അതിന് ടെസ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തരിക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് എന്നൊക്കെ. നമുക്ക് ടെസ്റ്റ് നെറ്റ് ടോക്കൺ റിയൽ വേൾഡിൽ വാല്യൂ ഉണ്ടോ? തീർച്ചയായിട്ടും വാല്യൂ ഒന്നുമില്ല. പക്ഷേ ആ ടോക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് പല ട്രാൻസാക്ഷനും അതേപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് മെയിനായിട്ട് ഇല്ലെങ്കിൽ ഒരു മെയിൻ നെറ്റിലേക്ക് ഇല്ലെങ്കിൽ അവൻ്റെ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ലൈവായിട്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന
വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ പല പ്രൊജക്റ്റിലും ഇപ്പോൾ ആൾറെഡി കുറേ ആൾക്കാർ ടെസ്റ്റ് നെറ്റൊക്കെ കളിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ഒരു ടെസ്റ്റ് നെറ്റുകളിലൊക്കെ എന്തായിരുന്നു ആക്ടിവിറ്റീസ്? ഒന്നില്ലെങ്കിൽ സോഷ്യൽ ടാസ്ക് ആവാം, ഇല്ലെങ്കിൽ സ്വാപ്പിംഗ് ആവാം, ഇല്ലെങ്കിൽ ബ്രിഡ്ജിങ് ആവാം, ഇല്ലെങ്കിൽ സ്റ്റേക്കിംഗ് ആവാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ഈ ഒരു മൊണാഡിൻ്റെ കൂടുതലായിട്ടും NFT മിൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും അതേപോലെ തന്നെ നമുക്ക് എന്താണ് ബ്രിഡ്ജ് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റേക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമുക്കിവിടെ എന്താണ് ടെസ്റ്റ് ടോക്കൺ ഒരുപാട് വേറെ പല കാര്യങ്ങൾ ഡെഫി പ്രൊജക്റ്റിലൊക്കെ യൂട്ടിലൈസ് ചെയ്യാനും അതേപോലെ തന്നെ AI പ്രൊജക്റ്റിൽ യൂട്ടിലൈസ് ചെയ്യാനും നമുക്കിതിൽ തന്നെ ഒരു നാഡ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഡിപ്ലോയ് കോൺട്രാക്ട് ചെയ്യാനും സ്റ്റേക്കിംഗ് പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാനും ലെയർ 3 കോസ്റ്റിൽ യൂസ് ചെയ്യാനും നമുക്ക് എന്താണ് മൊണാഡിൽ അതിൻ്റെ ടെസ്റ്റ് ടോക്കൺ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ NFT മിൻറ്റിംഗ് ആണ്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാഡ് നെയിം സർവീസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിപ്ലോയ് കോൺട്രാക്റ്റ് ആണ് ഡിപ്ലോയ് കോൺട്രാക്റ്റ് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ AI പ്രൊജക്റ്റിൽ നമ്മൾ ഒരു വൈറ്റ് ലിസ്റ്റിലായിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഡെഫി പ്രൊജക്റ്റിൻ്റെ ഒരുപാട് നമുക്ക് എന്താണ് ഈ ഒരു മൊണാഡ് ടോക്കൺ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റേക്ക് ചെയ്യാനും ലെയർ 3 കോസ്റ്റിനും നമുക്ക് എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ടോക്കൺ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരുപാട് എൻഗേജ്മെൻ്റ് ആവണം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുകയെന്ന് ചോദിച്ചാൽ ഇതുവരെ ഇതിൻ്റെ ഒരു ലീഡർ ബോർഡോ ഇല്ലെങ്കിൽ ഇന്നൊരു ഇത്രത്തോളം ആൾക്കാരാണ് ഫസ്റ്റ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എയർ ഡ്രോപ്പ് വരെ അൺകൺഫേംഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻ്റ് ആവുന്ന ആൾക്കാർക്കാണ് നല്ല രീതിയിൽ തന്നെ ഒരു എയർ ഡ്രോപ്പ് കിട്ടുക എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് ഇതിൻ്റെ ഒരു മിനി ആപ്സ് അതിൻ്റെ എക്കോസിസ്റ്റത്തിലുള്ള ആപ്പുകളിൽ എൻഗേജ്മെൻ്റ് ആയിട്ട് അതിൽ റെഫറൽ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് മൊണാഡ് ടോക്കൺസ് ഉണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ തന്നെ എന്താണ് എൻഗേജ്മെൻ്റ് ആയി അങ്ങനെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇതിലുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ എങ്ങനെയാണ് ഒരുപാട് ടോക്കൺസ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് നമുക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ അതിൻ്റെ ഒരു ഡിസ്കോഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ ഡിസ്കോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്കോഡിൽ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് മെസ്സേജ് അയക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് എപ്പോഴും അവൈലബിൾ ആയിട്ടൊന്നും കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആ ബ്ലോക്ക് ചെയിൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോസെറ്റിൻ്റെ വാലറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. വാലറ്റ് അഡ്രസ്സ് അവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ ഒരു 1 അവർ അല്ലെങ്കിൽ 24 hours അവർക്ക് അത് മേ ബി കിട്ടാതിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് ഗ്യാസ് ടോക്കൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ മൊണാഡ് ടോക്കൺസ് നമുക്ക് എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് എൻഗേജ്മെൻറ്റ് ആവേണ്ടത്, ഇതിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെ ആപ്പാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ്. ഒരുപാട് പ്രൊജക്റ്റുകൾ അവൻ്റെ ഉണ്ട്. അവർക്കിപ്പോൾ AI പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ബെറ്റിംഗ് ആയിക്കോട്ടെ, ഡെഫി ആയിക്കോട്ടെ, DPN ആയിക്കോട്ടെ, ഗെയിമിംഗ്, ഗവർണൻസ്, NFT, അതർ ആപ്പ്, പേയ്മെൻറ്റ്, പ്രഡിക്ഷൻ മാർക്കറ്റ്, സോഷ്യൽസ്, അങ്ങനെയുള്ള ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ എൻഗേജ്മെൻറ്റ് ആവണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് വേണം, നമുക്ക് കുറച്ച് ടോക്കൺസ് വേണം. അപ്പോൾ എങ്ങനെയാണ് ആദ്യം കുറച്ച് ടോക്കൺസ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ പറയുന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാസിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ്. ഈ ഒരു ഗ്യാസിപ്പ് എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് 0.25 മൊണാഡ് എവരി 6 hours നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മിൻറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും, ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മൊണാഡ് എക്കോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊണാഡിൻ്റെ അതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവരി 12 അവർ ഓരോ 12 മണിക്കൂറിലും 0.01 സംതിങ് മൊണാഡൊക്കെ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം 1 റിക്വസ്റ്റ് എവരി 2 hours. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇത് കിട്ടണം എന്നുണ്ടാവില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിലെന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാത്രം നിങ്ങൾ എടുക്കരുത്. ഞാനിവിടെ അതുകൊണ്ടാണ് ഗ്യാസിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത്. ഇവിടെ നിന്നും നമുക്ക് 0.25 മൊണാഡ് നമുക്കിവിടെ കിട്ടും. അതേപോലെ തന്നെ മൊണാഡ് ടെസ്റ്റ് ടോക്കൺ കിട്ടുന്ന വേറൊരു വെബ്സൈറ്റും തേർഡ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നതാണ്. OKXൻ്റെ വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ എന്ത് ആവുന്നില്ല, അത് ഫുൾ ആൾക്കാർ എല്ലാവരും ക്ലെയിം ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എപ്പോഴാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ വെബ്സൈറ്റ് ഞാനിവിടെ കൊടുക്കാം. അതേപോലെ തന്നെ പല ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ചാനലിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു മൊണാഡ് ടെസ്റ്റ് ടോക്കൺ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഡിസ്കോഡ് ചാനലിലൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ആവുക. ജോയിൻ ആയിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അഡ്രസ്സ് മൊണാഡ് ടെസ്റ്റ് ടോക്കൻ്റെ അഡ്രസ്സ് നമ്മൾ അവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്താണ് അവർ അയച്ചു തരുന്ന ഓപ്ഷനൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും അതൊന്ന് നോക്കുക. അതേപോലെ തന്നെ നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ ഞാനിവിടെ പറയുന്നത് ഓൾട്ടോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോസെറ്റാണ്. നമുക്ക് ഇവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൊണാഡ് ടോക്കൺസ് നമുക്ക് സ്വാപ്പ് ചെയ്ത് ഇല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കാനുള്ളത് ഇവിടെ ഞാൻ ഓർബിറ്റർ ഫിനാൻസർ
എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു ഓർബിറ്റർ ഫിനാൻസിൽ നമുക്ക് ഈസി ആയിട്ട് ETH/FOLO ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് അത് മൊണാഡായിട്ട് സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൂടുതലും യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പല ഫോസറ്റുകളിൽ നിന്നും ETH/FOLO അല്ലെങ്കിൽ സെഫോളോ ETH ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് മൊണാഡ് സെഫോളോ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഒരുപാട് ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ഉണ്ടാക്കി. ഇനി നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് NFT മിൻറ്റിംഗ് ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ മൊണാഡ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NFT ആണ് മിൻറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മിൻറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ എക്കോ സിസ്റ്റത്തിലും അതിൻ്റെ താഴോട്ട് വന്നെന്ന് പറഞ്ഞാൽ ഒരു 3 NFT അവിടെ കിടക്കുന്നുണ്ടാവും. അത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആദ്യം വന്നിട്ട് മിൻറ്റ് ചെയ്ത് വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓരോ NFT ഇവിടെ വരുമ്പോഴും നമുക്കിവിടെ റിമൈൻഡർ ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഫസ്റ്റ് ഒരു 3 NFT ഹൗസ് ഓഫ് മോളൻഡക്ക്, ഹൗസ് ഓഫ് മൊയാക്കി, ഹൗസ് ഓഫ് ചോഗ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, മിൻറ്റ് ചെയ്ത് വെക്കുക. നമുക്കിവിടെ ഇതിൻ്റെ ഒരു വാല്യൂ ഒക്കെ വരുന്നത് 0.0332 മൊണാഡൊക്കെയാണ്. നിങ്ങൾ ഈ ഒരു ഇതൊക്കെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഒരു വലിയ വാല്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ടോക്കണൊക്കെ നമുക്ക് എന്താണ് കിട്ടും. അപ്പോൾ എത്രത്തോളം മിൻറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം മിൻറ്റ് ചെയ്യുക. ഈ ഒരു ഇതിൽ മാത്രം എൻഗേജ്മെൻറ്റ് ആവുന്നവർക്ക് ഇതിൽ മാത്രം എൻഗേജ്മെൻറ്റ് ആവാം. പല ഫ്രീ ആയിട്ടുള്ള NFTസും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മൊണാഡ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു NFTയിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു NFT മിൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു എന്താണ് ലിൽ ചോക്കോസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു NFT നിങ്ങൾ മിൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മാജിക് കീകളിലും നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു NFT മിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാഡിന് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു NFT ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ തന്നെ NFT ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇഷ്ടമുള്ള പേരൊക്കെ കൊടുക്കാം. ഞാനിവിടെ റിയൽ ടോക്കിറ്റ് സുമിത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ടോക്കണിൻ്റെ നെയിം REA എന്നുള്ളൊരു ഓപ്ഷൻ വേണ്ടി ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ എന്ത് പിക്ചർ ഏതൊരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണക്ട് വാലറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാസ് ഫീ വേണം. എവിടെയും എല്ലാ കാര്യത്തിനും നമുക്ക് മൊണാഡിൻ്റെ ടെസ്റ്റ്നെറ്റ് ടോക്കൺ ഗ്യാസ് ഫീ ആയിട്ട് വേണ്ടി വരും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ആദ്യം ചെയ്യേണ്ടത് അത് മേടിച്ച് വെക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നാഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഈ നാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ BCA എന്നൊക്കെ പറയില്ലേ, ബിനാൻസ് സ്മാർട്ട് ചെയിൻ, നമ്മൊരു ഇതുണ്ടാക്കി നമ്മുടെ ഒരു പേരിലാണ് ഇല്ലെങ്കിൽ ആ ഒരു പേരിലാണ് ഇത് പുറത്ത് വരിക എന്നുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു നാഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ നാഡിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒന്ന് റെഫറൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ വാലറ്റ് കണക്ട് ചെയ്ത് ഇവിടെയും ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിവിടെ നാഡിൽ ഞാനിവിടെ നാഡ് നെയിം സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെറുതെ ഇവിടെ റിയൽ ടോക്കിറ്റ് സുമിത്ത് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. റിയൽ ടോക്കിറ്റ് സുമിത്ത് എന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത് 0.02 മൊണാഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു നാഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അടുത്ത് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ നമ്മുടെ ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സ് ഡിപ്ലോയ് ചെയ്യാന്നാണ്. ഈ ഒരു ഡിപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ EVM ബ്ലോക്ക് ചെയിനിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഒരു വാലറ്റ് കോൺട്രാക്റ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഫോമാണ് ഈ ഒരു ഡിപ്ലോയ് യുവർ സ്മാർട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മൊണാഡ് തന്നെ ആയിരിക്കും കിടക്കുക. ഈ ഓൾട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ കയറി ഈ ഓരോ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി എല്ലാം ഓർഡർ വൈസ് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ മസ്റ്റ് ആയിട്ട് കയറാം. എന്നിട്ട് ഇവിടെ ഡിപ്ലോയ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം സൈനിങ് എന്നുള്ള ഓപ്ഷൻ വരും. നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള മെറ്റാമാസ്ക് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം സൈനിങ് ഓപ്ഷൻ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യവും ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇവിടെ അരി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അരി വാലറ്റ് ഇല്ലെങ്കിൽ AI ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ ഒരു AI ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ആവുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾ അതിലും ജോയിൻ ആവുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഡെഫി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് തന്നെ സ്വാപ്പിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു NFT മിൻറ്റിങ് കഴിഞ്ഞു, നമ്മൾ അതേപോലെ തന്നെ ഇപ്പോൾ നെയിം സർവീസ് കഴിഞ്ഞു, ഡിപ്ലോയ് കോൺട്രാക്റ്റ് കഴിഞ്ഞു, AI പ്രൊജക്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഈ സ്വാപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ബീൻ സ്വാപ്പ് എന്ന് പറഞ്ഞാലും നമുക്കിവിടെ മൊണാഡ് ടു USDT നമുക്കിവിടെ സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. ഇത് എത്ര ആഴ്ച വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വാപ്പ് ചെയ്യാം. അതേപോലെ തന്നെ യൂണീസ് ആപ്പിലും നമുക്ക് എന്താണ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ നിന്ന് സ്വാപ്പ് ചെയ്യാനും റീസ്വാപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ എന്താണ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആംബിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലും നമുക്ക് എന്താണ് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെയും കയറിയിട്ട് ഇത് ട്രേഡ് ചെയ്യാനും അങ്ങനെയുള്ള പല ഓപ്ഷൻ
ഓപ്ഷൻസ് എൻഗേജ്മെൻറ്റ് ആവാൻ നമുക്കിവിടെ ഉണ്ട്. ബിപോബ് എന്ന് പറഞ്ഞാലും മൊണാഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലും കയറി എന്ത് ചെയ്യുക നോക്കുക. അടുത്തത് കുരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്വാപ്പ് ചെയ്യാനും ആക്കാനും പറ്റും. നമുക്കിവിടെ ഏതൊക്കെ ടോക്കണാണ് വേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ എന്താണ് കാണാൻ പറ്റുന്നതാണ്. പുതിയ പുതിയ ടോക്കൺസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വാപ്പ് ചെയ്യാനും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്റ്റേക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ്. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താണ് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാം. നമുക്കിത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് വേറെയും മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ടോക്കൺസ് ഉണ്ടോ ആ ടോക്കൺസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യം കൂടി നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അഭ്യർത്ഥിക്കുന്നുണ്ട്. അടുത്തത് നമ്മളിവിടെ പറയാൻ പോകുന്നത് ലെയർ 3 കോസ്റ്റ് ആണ്. ഈ ഒരു ലെയർ 3 കോസ്റ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം, താഴെ ഞാൻ ഇട്ട് തരാം. ഞാനിപ്പോൾ പറഞ്ഞ ഓരോ കാര്യത്തിൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൽ കയറുക. അതേ ഓർഡറിൽ തന്നെ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടും എന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രോഫിറ്റ് കിട്ടുമോ, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആവണം, ഇല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത് ഇവിടെ പറയാൻ പോകുന്നത് ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞു. ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഇതിലുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓർബിറ്റർ ഫിനാൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് ടോക്കൺസ് നിങ്ങൾ സ്വാപ്പ് ചെയ്തിട്ട് മൊണാഡിൻ്റെ ടെസ്റ്റ് നെറ്റ് ടോക്കൺ ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളോട് അടുത്ത് പറയാൻ പോകുന്നത്, ഞാൻ ഈ ഒരു കിഡ്സു എന്നിട്ടുള്ള വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. അതേപോലെ തന്നെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു നോട്ട് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തീരിയം സ്വാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളൊരു ക്വിസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു നോഡ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് എന്താണ് അവരിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാൻ നിന്നാൽ ഒരുപാട് സമയമാണ്. നമുക്ക് മേ ബി എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. ഒരുപാട് കൺജഷനൊക്കെ നമ്മുടെ ഈ ഒരു കാര്യത്തിന് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതിലാണ് ഡൗട്ട് ഉള്ളത്, ഏത് ഭാഗത്താണ് ക്ലിയർ ആവാത്തത് എന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാം. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ടൊന്ന് നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രത്തോളം ലെങ്ത് ആയത്. ഒരുപാട് കാര്യങ്ങൾ ഓരോന്നോരോന്നോ എടുത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഫേസ് കാണിച്ച് ചെയ്യാത്തത് ഫോണിലൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരുപാട് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും എന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ വന്നിട്ട് മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ഡൗട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല മനുഷ്യന്മാർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ചെയ്യും, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ആ ഗ്രൂപ്പിലും നമ്മുടെ ടെലിഗ്രാം ചാനലിലും എല്ലാത്തിലും കയറുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റൊരു കൂട്ടുകാരനെ ഷെയർ ചെയ്തിട്ട് അവനും കൂടി ഇത് അറിയിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.